ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിവാഹ മണ്ഡപമാണ്. അങ്ങനെ പാർവതിയുടെ തീരുമാനത്തിന് വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണ്. എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പാർവതി പറയുകയാണ്, വിശാൽ സാറ് ജാസ്മിൻ്റെ കഴുത്തിൽ താലി കെട്ടും, അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. പാർവതിയെ മാറ്റി നിർത്തി പിന്തിരിപ്പിക്കാൻ വിപിനും ഗാർഗയും ചേർന്നും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല. പ്രഭാവതി പാർവിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിശാൽ ജാസ്മിൻ്റെ ഒപ്പം മണ്ഡപത്തിലിരിക്കുന്നതാണ്. അങ്ങനെ തിരുമേനി വിശാലിന്റെ കയ്യിലേക്ക് താലി എടുത്തു കൊടുക്കുന്നു. വിശാല് ജാസ്മിൻ്റെ കഴുത്തിലേക്ക് താലി ചാർത്താനൊരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വിപിൻ വന്നിട്ട് പറയുകയാണ്, മതി നിർത്തേട്ടാ, ഇങ്ങനെ തെറ്റായ ആരോപണങ്ങൾക്ക് വിധേയനായി ചേട്ടൻ എന്താണെങ്കിലും ജാസ്മിനെ വിവാഹം കഴിക്കേണ്ട ഒരാവശ്യവുമില്ല. ചേട്ടൻ തെറ്റ് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു തെളിവും ഇവരുടെ കയ്യിലില്ല താനും. അതുകൊണ്ട് ജാസ്മിനെ ഞാൻ കെട്ടിക്കോളാം. ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ഞെട്ടലോടെ വിപിനെ നോക്കുകയാണ്. അതേസമയം പല്ലവി പാർവിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ചേച്ചി എങ്ങനെയെങ്കിലും ഈ കല്യാണം തടയണം. ചേച്ചിക്കറിയാലോ, വിപിൻ സാറുമായിട്ട് മാത്രമേ എനിക്കൊരു ജീവിതമുള്ളൂ. ആ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചത്തുകളയും. പല്ലവി, എനിക്കിതിൽ ഒരഭിപ്രായമൊന്നും പറയാൻ സാധിക്കില്ല. വിപിന് ജാസ്മിനെ വിവാഹം കഴിക്കണമെങ്കിൽ അത് തന്നെ നടക്കട്ടെ, അല്ലാതെ ഞാനിതിൽ ഒന്നും പറയില്ലെന്ന് പാറു പറയുമ്പോൾ പല്ലവി പറയുകയാണ്, അതെ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇന്നെന്താണെങ്കിലും ഈ വിവാഹം ഇവിടെ നടക്കാനേ പോകുന്നില്ല. അത്രയും പറഞ്ഞുകൊണ്ട് പല്ലവി അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പല്ലവി പറഞ്ഞ കാര്യങ്ങളെല്ലാം പാറു ഗാർഗിയോട് പറയുന്നതാണ്. മുന്നും പിന്നും നോക്കാതെ എടുത്തുചാട്ടക്കാരിയാണ് അവള് എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് പേടിയുണ്ട് എന്നൊക്കെ പാറു പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, ഒരു തരത്തിലാണ് വിപിൻ ഇടപെട്ട് വിശാൽ ബ്രോയെ ഈ കല്യാണത്തിൽ നിന്നും രക്ഷിച്ചത്. ജാസ്മിനും വിപിനുമായിട്ടുള്ള വിവാഹം പല്ലവി മുടക്കാൻ നോക്കിയാൽ പിന്നെ എങ്ങനെ ജാസ്മിൻ്റെ കാര്യം? നമുക്ക് എന്താണെങ്കിലും ഈ കാര്യം വിശാൽ ബ്രോയോട് പറയാം. ബ്രോ തന്നെ ഒരു പരിഹാരം പറയട്ടെ എന്ന് ഗാർഗി പറയുന്നു. അങ്ങനെ അവര് വിശാലിൻ്റെ അടുത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ വിശാല് അങ്ങോട്ടേക്ക് വരികയാണ്. വിശാല് വിപിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് പറയുകയാണ്, എന്നാലും എന്തിനാകും വിപിൻ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്? എന്താണെങ്കിൽ ജാസ്മിനുമൊത്തുള്ള വിവാഹം അവന് ഇഷ്ടമേ അല്ല. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അതിന് ഞാൻ അവൻ എന്ത് പ്രത്യുപകാരമാ ചെയ്യുന്നത്? തുടർന്ന് വിശാലിനെ അടുത്തേക്ക് വിളിച്ച് ഗാർഗി പല്ലവിയുടെയും വിപിൻ്റെയും കാര്യം പറയുകയാണ്. പല്ലവിക്ക് വിപിനെ ഇഷ്ടമാണെന്നും അതുകൊണ്ട് വിപിനും ജാസ്മിനുമായിട്ടുള്ള വിവാഹം തടയാൻ പോവുകയാണെന്നും ഗാർഗി പറയുന്നു. ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വിശാൽ. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന പ്രഭാവതി പറയുകയാണ്, വിശാൽ, വിപിൻ ചെയ്തത് തെറ്റായ തീരുമാനമാണെന്ന് നിങ്ങളാരും എന്താ പറയാഞ്ഞത്? വിവാഹം എന്നാൽ ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ അവനെ പറഞ്ഞു മനസ്സിലാക്കണം. ഇത് കേൾക്കുന്ന ഗാർഗി ചോദിക്കുകയാണ്, ഇപ്പോൾ പെട്ടെന്ന് പിന്നെ ജാസ്മിന് വേണ്ടി മറ്റൊരു വരനെ നമ്മൾ എവിടുന്ന് കണ്ടെത്തും? ഇന്ന് വിവാഹം നടന്നില്ലെങ്കിൽ ആ ജാസ്മിന്റെ പപ്പ നമ്മൾക്കെല്ലാമെതിരെ കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്യും. ഒന്നെങ്കിൽ അമ്മ പോയി ജാസ്മിനെ പറഞ്ഞു മനസ്സിലാക്കണം, അല്ലാതെ ഒരു വഴിയുമില്ലെന്ന് ഗാർഗി പറയുമ്പോൾ പ്രഭാവതി മനസ്സിൽ പറയുകയാണ്, അത് തന്നെയാകും നല്ലത്. അല്ലാതെ വിപിനെ ജാസ്മിനെ കൊണ്ട് കെട്ടിച്ച് വിപിന്റെ ഭാവി കളയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അത്രയും മനസ്സിൽ പറഞ്ഞുകൊണ്ട് പ്രഭാവതി ജാസ്മിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പിന്നീട് കാണിക്കുന്നത് സുശീലയാണ്. സുശീലയുടെ അടുത്തേക്ക് വരുന്ന ജാസ്മിൻ പറയുകയാണ്, ആൻറ്റി, ആ വിപിനെ കെട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ ജാസ്മിനെ, നിന്റെ പപ്പ പറഞ്ഞിരിക്കുന്നത് നിന്റെ നിലയ്ക്കും വിലയ്ക്കുമൊത്ത ആരെങ്കിലും കൊണ്ട് ഇന്ന് വിവാഹം നടത്തണമെന്നല്ലേ? ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, അങ്ങനെ ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന ആളെ കെട്ടാനേ ഈ ജാസ്മിനെ കിട്ടില്ല. എന്നെ വിശാല് തന്നെ വിവാഹം കഴിക്കണം. അതിന്റെ വാശിയാണെന്ന് ആന്റിക്ക് അറിയാലോ. ആ വാശി ഇന്ന് തന്നെ നിറവേറണം. ഇന്നു മുതൽ ഞാനായിരിക്കണം വിശാലിന്റെ ഭാര്യ. ഞാൻ പോയി ഖദർ മണ്ഡപത്തിലിരിക്കാം. ഷീലാൻറ്റി എങ്ങനെയെങ്കിലും വിശാലിനെ സമ്മതിപ്പിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവരണം. എന്നിട്ട് വിപിന്റെ കയ്യിൽ നിന്നും എത്രയും വേഗം താലി വാങ്ങി വിശാലിന് കൊടുക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് ജാസ്മിൻ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാർവതിയും ഗാർഗിയുമാണ്. വിപിനും പല്ലവിക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവരുടെ വിവാഹം നമുക്ക് നടത്തി കൊടുക്കാമെന്ന് വിശാല് പറയുന്നു. ഇത് കേൾക്കുന്ന പാറു പറയുകയാണ്, അതിന് പല്ലവിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ, അല്ലാതെ വിപിന് പല്ലവി വിവാഹം കഴിക്കാൻ ഒരു താല്പര്യവുമില്ല. വിപിൻ പറയുന്നത് ഞാൻ പലവട്ടം കേട്ടിട്ടുള്ളതാ. അപ്പോൾ പിന്നെ വിപിന് ജാസ്മിന് വിവാഹം കഴിക്കാനും താല്പര്യമില്ലല്ലോ എന്ന് വിശാല് ചോദിക്കുമ്പോൾ ഗാർഗി പറയുകയാണ്, അങ്ങനെയല്ല, ഇത് വിപിന്റെ തന്നെ തീരുമാനമല്ലായിരുന്നോ ജാസ്മിനെ വിവാഹം കഴിക്കുക എന്നത്? എനിക്കറിയില്ല ഇപ്പോൾ ഇതിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് വിശാല് പറയുമ്പോൾ ഗാർഗി പറയുകയാണ്, ഒന്നും ആലോചിക്കണ്ട, വിപിന്റെയും ജാസ്മിന്റെയും വിവാഹം തന്നെ നടക്കണം, അത്ര തന്നെ. ഇത് കേൾക്കുന്ന വിശാലും പാറുവും വിഷമത്തോടെ പരസ്പരം നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.